നമസ്കാരം. മാലിന്യത്തോട്ടിൽ കണ്ണാടി നോക്കും മന്ത്രി, മാലിന്യമന്ത്രി, ആരോടും പോയി പറയരുതിക്കഥ മന്ത്രി, മാലിന്യമന്ത്രി. പാട്ടൊക്കെ ബോറാണെന്ന് എനിക്കും അറിയാം. ജീവിക്കാൻ വേണ്ടി ആരും പാടിപ്പോകുന്ന അവസ്ഥയിലാണല്ലോ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. മുല്ല നസറുദ്ദീനോട് ഒരിക്കൽ രാജാവ് ചോദിച്ചു, മുല്ല, എന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ എത്ര പണം കിട്ടും? 10 സ്വർണ്ണ നാണയം. മുല്ലയുടെ മറുപടി അതായിരുന്നു. എന്ത്, 10 സ്വർണ്ണ നാണയമോ? എൻ്റെ പട്ടുറുമാലിന് മാത്രം ആ പണം കിട്ടും. രാജാവ് കോപിച്ചു. ക്ഷമിക്കണം മഹാരാജാവേ, അതുകൊണ്ടാണ് ഞാനും ആ വില പറഞ്ഞത് എന്നായിരുന്നു മുല്ലയുടെ മറുപടി. നമ്മുടെ ചില മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും തൂക്കി വിറ്റാൽ എന്തു കിട്ടും? ഒരു മനുഷ്യജീവൻ്റെ വില കിട്ടുമോ? എങ്കിൽ തൂക്കി വിൽക്കാനുള്ള സമയമായിരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ കാലത്ത് 1986 കെ കരുണാകരൻ്റെ മനോനില പരിശോധിക്കണം എന്ന് പറഞ്ഞ് നവാബ് രാജേന്ദ്രൻ ഒരു കേസ് കൊടുത്തത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ കരുണാകരൻ നടത്തിക്കൊണ്ടിരുന്ന പ്രസ്താവനകളിലെ വൈരുദ്ധ്യമാണ് നവാബിനെ ഇതിലേക്ക് നയിച്ചത്. കരുണാകരൻ്റെ മാനസിക നിലയിൽ കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു, ഇത് ചികിത്സിക്കപ്പെടണം എന്നതായിരുന്നു നവാബിൻ്റെ ആവശ്യം. കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ പൊളിഞ്ഞളിഞ്ഞ് ചീഞ്ഞു നാറിയ ആമയിഴഞ്ചാൻ തോടിനെക്കുറിച്ച് പലകുറി പറയാത്ത തലസ്ഥാനവാസികളോ മാധ്യമങ്ങളോ ഇല്ല. അതിനിടയിലാണ് നമ്മുടെ അധികാരികൾ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ, ഒരു സുരക്ഷയും പാലിക്കാതെ ഓട വൃത്തിയാക്കാനായി ഒരു വീടിൻ്റെ വിളക്കായിരുന്ന ജോയി എന്ന ചെറുപ്പക്കാരനെ ആ തോട്ടിലേക്ക് തള്ളിവിട്ടത്. ഒരു പാവപ്പെട്ടവൻ്റെ ജീവൻ ചെളിയിൽ പൂണ്ട് മരിച്ചു കിടക്കുമ്പോഴാണ് മന്ത്രിമാരും റെയിൽവേ ഉദ്യോഗസ്ഥരും മേയറുമെല്ലാം കൂടി പുതുമഴയ്ക്ക് തവളകളെ എന്ന പോലെ മരണത്തിൻ്റെ ഉത്തരവാദിയെ തേടി ഇറങ്ങിയത്. കോഴികട്ടവരെല്ലാം കൂടി തൻ്റെ തലയിൽ പൂടയില്ലെന്ന് പറഞ്ഞ് സ്വന്തം തലയിൽ തപ്പി നോക്കിയത് എല്ലാവരും കണ്ടതാണല്ലോ. നാഴികയ്ക്ക് 40 വട്ടം നാട്ടുകാരെ മുഴുവൻ മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടിയുള്ള പ്രസ്താവനാ മാലിന്യം കൊണ്ട് മൂക്കു പൊത്തിക്കുന്ന മന്ത്രിയും മേയറും ഉദ്യോഗസ്ഥരും കൂടി ഒരു മനുഷ്യൻ്റെ ജീവിതം വെച്ച് ക്യാമറകൾക്ക് മുന്നിൽ തിണ്ണമെടുക്ക് കാട്ടുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്തെല്ലാം വീരവാദങ്ങളാണ് മുഴങ്ങിക്കേട്ടത്. റെയിൽവേ കോടതി കയറ്റും, തീവണ്ടി ചക്രത്തിൻ്റെ കാറ്റഴിച്ചുവിടും, ആമയിഴഞ്ചാൻ തോട്ടിലെ ആമകളെ മാലിന്യമന്ത്രിയുടെ വകുപ്പിലെ ഒച്ചുകളുമായി ചേർത്ത് ഓട്ടമത്സരം സംഘടിപ്പിക്കും, അങ്ങനെ എന്തെല്ലാം ചപ്പടാച്ചികൾ. ആനപ്പുറത്തിരിക്കുന്നവർക്ക് പട്ടിയെ പേടിക്കണ്ടല്ലോ. കരുണാകരനെതിരെ കേസ് കൊടുത്ത നവാബ് രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ മനോനില പരിശോധിക്കണം എന്നില്ല. നേരെ പിടിച്ച് ചങ്ങലക്കിടുകയാണ് വേണ്ടത്. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്നത് ആരായാലും അവർക്കുള്ള മറുമരുന്ന് വിലങ്ങോ ചങ്ങലയോ മാത്രമാകണം. സത്യത്തിൽ ഇത് കൊലപാതകമാണ്. മന്ത്രി സാറുമാരെ, അതൊരു നഷ്ടപരിഹാരം കൊണ്ട് തീരില്ല. ഇനി ഇത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം കാര്യമാണോ? മറ്റു കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ നിസ്സഹായരായ ഇത്തരം ജോയിമാരെ തേടി കാത്തിരിക്കുകയാണ് അവരുടെ മാലിന്യം കോരിയെടുക്കാൻ. ഒരു പാവപ്പെട്ടവൻ്റെ ജീവൻ എടുത്തിട്ടും വായ്ത്താളം നിർത്താത്ത മന്ത്രിമാർക്കും അവരുടെ അവതാളത്തിന് കാലങ്ങളായി താളം പിടിച്ചു കൊടുക്കുന്ന തന്ത്രിമാർക്കുമായി കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ 2 വരികൾ കൂടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഭരണീം ഭരണവും നാത്തൂനെ നന്നാക്കിയാലേ നന്നാകൂ. അതിന് പറ്റില്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി അധികാര കസേര വിട്ട് മാലിന്യക്കുഴിയിലിറങ്ങി നാടിനെ രക്ഷിക്കുക.